പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂലൈ മാസം 21 തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. അതിനായിട്ട് ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ കർത്താവ് ഉണർത്തിയതിനായിട്ട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. 5,5000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്ത ദൈവമാണ്. ഏത് രോഗത്തിനും നല്ല വൈദ്യനായവന്. അതുകൊണ്ട് വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു വിഷയമാണെങ്കിലും അതിന്മേൽ അത്ഭുതം ചെയ്യുവാൻ കർത്താവ് മതിയായവനാണ്. കരമുയർത്തി ഒന്നുകൊണ്ടെന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് പറ, അങ്ങ് മതിയായവനാകിയാൽ സ്തോത്രം, അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാകിയാൽ സ്തോത്രം, അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല, അതിനായിട്ട് സ്തോത്രം. അങ്ങ് വിശ്വസ്ത ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ എല്ലാവരെയും മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന്മേൽ ദൈവിക ഇടപെടലുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം കാണുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. ഈ തിങ്കളാഴ്ച ഒരു മിറക്കിൾ മൺഡേ എന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ മൺഡേ ഒരു മിറക്കിൾ മൺഡേയായി മാറട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മിറക്കിൾസ് സംഭവിക്കട്ടെ, മിറക്കിൾസ് സംഭവിക്കട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ മിറക്കിൾസ് സംഭവിക്കട്ടെ. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാകിയാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കയ്യിലുള്ള കാലിലുള്ള നംനസ്സുകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. കൈകാലുകളിലുള്ള നംനസ്സുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈകാലുകൾക്കുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡയബറ്റീസ് കൺട്രോൾഡായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഡയബറ്റീസ് കൺട്രോളായി വരട്ടെ. അതുപോലെ കർത്താവേ, ഏതെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിലൂടെ ബുദ്ധിമുട്ടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ആഫ്റ്റർ എഫക്റ്റുകളും മാറിപ്പോകട്ടെ. അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറട്ടെ, രോഗാത്മാവ് വിട്ടുമാറട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം 12 വർഷം രക്തസ്രവത്താൽ ഭാരപ്പെട്ട ആ മകളുടെ മേൽ ആ നിമിഷ നേരം കൊണ്ട് അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരേത് രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിലും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ രോഗഭയങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ രോഗഭയങ്ങളും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മരണഭയങ്ങൾ എൻ്റെ ആയുസ് തീർന്നു പോകുമോ എന്നുള്ള മരണഭയങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മനുഷ്യഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക അത്ഭുതം നടക്കട്ടെ. അതുപോലെ കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, ഭയങ്കര കടം, സ്കൂൾ ഫീസ് അടച്ചിട്ടില്ല, വീടിൻ്റെ റെൻറ്റ് കൊടുത്തിട്ടില്ല, വെഹിക്കിൾ ലോണുകൾ അടച്ചിട്ടില്ല, അങ്ങനെ പല വിധത്തിലുള്ള സാമ്പത്തികമായ പ്രതിസന്ധിക്കകത്ത് കിടക്കുന്നവർ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവ് പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നതിന് സ്തോത്രം. ദൈവകൃപ വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൂരദേശങ്ങളിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകണം, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഗൈഡൻസ് ഉണ്ടാകണം. കർത്താവിനെ കരുതുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം.
സകല മഹത്വം പുകഴ്ചയപ്പയ്ക്ക് ഒരു ഉണർവിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരിക്കും. സൂം പ്ലാറ്റ്ഫോമിലും അതുപോലെ യൂട്യൂബിലൂടെയും നിങ്ങൾക്കതിൽ പങ്കെടുക്കാം. സുവാർത്ത എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് അത് ലഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് എന്നാ പറയുന്നത് ഗ്യാരണ്ടീഡ് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും പങ്കെടുക്കണം. ആമേൻ. പ്രാർത്ഥിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ത്യൻ സമയം 9:30 താമസിക്കരുത്. ഇപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു റിമൈൻഡർ വെക്കുക. എന്നിട്ട് ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ തയ്യാറായി പ്രാർത്ഥനയോടുകൂടെ അതിൽ ജോയിൻ ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 24-ാമത്തെ വാക്യം, നമ്പേഴ്സ് ചാപ്റ്റർ 14:24. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കുക തന്നെ ചെയ്യും. ആമേൻ. ഈ കാലേബിനെ കുറിച്ച് പറയുകയാണ്. ആമേൻ. കാലേബിന് 3 കാര്യങ്ങളാണ് ഇതിനകത്ത് പോയിൻ്റ് ചെയ്യാനുള്ളത്. ഒന്ന്, കാലേബിനെ കുറിച്ച് വേറൊരു സ്വഭാവം, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന അനദർ സ്പിരിറ്റ്. പിന്നെ രണ്ടാമത്തേത് പൂർണ്ണമായി അനുസരിച്ചു. 3, അതുകൊണ്ട് അവന് മാത്രമല്ല പ്രതിഫലം കിട്ടിയത്, അവൻ്റെ അടുത്ത തലമുറയ്ക്കും പ്രതിഫലം കിട്ടി. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗമാണ്. സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങളിൽ മോശ 12 സ്പൈസിനെ അല്ലെങ്കിൽ ചാരന്മാരെ ഒറ്റുനോക്കാനായിട്ട് വാഗ്ദത്ത ദേശം ഒറ്റുനോക്കാൻ പോകുന്നു. അവർ പോയി ഭയങ്കരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്നു. അതിനകത്ത് 10 പേർ ഭയങ്കര പേടിപ്പിക്കുന്നതായ റിപ്പോർട്ടുകൾ ആമേൻ ദൈവജനത്തിന് കൊടുത്തു. എന്നാൽ ജോഷുവയും കാലേബും മാത്രം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അവിടെയുള്ള മല്ലന്മാരെ അല്ല വിശ്വസിക്കേണ്ടത് എന്ന് പറഞ്ഞ് ജനത്തെ അമർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആമേൻ. അപ്പം ഈ 10 പേര് പറഞ്ഞതാണ് ജനം കൂടുതൽ വിശ്വസിക്കാൻ പോയത്. അവർ പറഞ്ഞു അവർ അനാഖ്യ മല്ലന്മാരുണ്ട്, അവർ മനുഷ്യരെ തിന്നുന്നവരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ജനത്തെ പേടിപ്പിച്ചത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ആ ജനത്തെ ന്യായം വിധിച്ചു. അവരെ ആരെയും വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയില്ല. എന്നാൽ കാലേബ് വ്യത്യസ്തനായി നിന്നു. കാലേബ് പറഞ്ഞു, കാലേബിനെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞു, അവനൊരു വ്യത്യസ്ത ആത്മാവുള്ളവന്, മലയാളത്തിൽ പറയുന്നത് വ്യത്യസ്ത സ്വഭാവമുള്ളവന്. ആൻഡ് ഫോളോഡ് ഹിം ഫുള്ളി. ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് പറ്റി നിന്നു. അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? അതുകൊണ്ട് എന്തു പറ്റി? അവൻ ആ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാനുള്ള കൃപ ലഭിച്ചു. അതുമാത്രമല്ല, അവൻ്റെ തലമുറയ്ക്കും ആ ഭാഗ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ആമേൻ നമ്മളോടും കർത്താവ് പറയുക, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആമേൻ നമ്മൾ ലോകത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കും, ലോകത്തിൽ പലതരത്തിലുള്ള ആളുകളെ നമ്മൾ കാണും, പലതരത്തിലുള്ള ഇൻഫർമേഷനുകൾ നമ്മൾക്ക് കേൾക്കും. പക്ഷേ നമ്മൾ എന്തായിരിക്കണം? നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കണം. ആമേൻ. ഈ ലോകത്തിൽ ആളുകൾ പലതും കണ്ട് ഭാരപ്പെടുമ്പോൾ, ഭയപ്പെടുമ്പോൾ നമ്മൾ ദൈവം തന്ന വാഗ്ദത്തത്തിൽ ഉറച്ചു നിന്ന് ആ വാഗ്ദത്തത്തിന് നിവർത്തിക്കായിട്ട് ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് അതിനുവേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. ആമേൻ. 2, ആമേൻ നമുക്ക് ദൈവത്തോട് നമ്മൾ പറ്റി നിൽക്കുന്നവരായിരിക്കണം, ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. 3, ആമേൻ അതിൻ്റെ ഒരു എന്തൊക്കെ വന്നാലും വാഗ്ദത്തങ്ങൾക്ക് വിരുദ്ധമായി എന്തൊക്കെ നമ്മുടെ നേരെ വന്നാലും നമ്മൾ ഒരിക്കലും അത് കണ്ട് ചഞ്ചലപ്പെടരുത്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു, ഞാൻ നിനക്ക് തലമുറയെ തരും, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും. ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ കൊടുത്തു. പക്ഷേ വാഗ്ദത്തം നിറവേറാൻ താമസിച്ചു എന്ന് പറഞ്ഞ് അബ്രഹാം വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു, അല്ലാതെ ക്ഷീണിച്ചു പോയില്ല. അവിശ്വാസത്താൽ ക്ഷീണിച്ചില്ലെന്നാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് നമ്മളും ഈ ദിവസങ്ങളിൽ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കണമെങ്കിൽ, ദൈവിക നന്മയിൽ ജീവിക്കണമെങ്കിൽ, അത് എന്തു തന്നെയാണെങ്കിലും, രോഗസൗഖ്യമാണെങ്കിലും ഫൈനാൻഷ്യൽ ഡെലിവറൻസുകളാണെങ്കിലും അതല്ല കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയാണെങ്കിലും, ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് അവനോട് പറ്റിച്ചേർന്ന് നിന്നാലേ പറ്റുള്ളൂ. നമ്മളെ അവിശ്വസിപ്പിക്കുന്നതായ, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ പലതും നമുക്ക് ചുറ്റും കേൾക്കാൻ കഴിയും, കാണാൻ കഴിയും. അതൊന്നും കണ്ട് നമ്മൾ ഭാരപ്പെടരുത്, അതൊന്നും കണ്ട് നമ്മൾ നിരാശപ്പെടരുത്, അതിൻ്റെ ഒന്നും പുറകെ നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം?
വ്യത്യസ്തരായി നിൽക്കണം. ഹല്ലേലൂയ. വ്യത്യസ്തരായി നിൽക്കണം, വിശ്വാസത്തോടെ നിൽക്കണം. കരമുയർത്തി പറ, ഞാനൊരു വ്യത്യസ്തനായി നിൽക്കും, ഞാൻ വിശ്വാസത്തോടെ നിൽക്കും. എങ്ങനെ നിൽക്കും? ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. വിശ്വാസം എന്നത് എന്തുവാ? യേശു പറഞ്ഞത് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. അപ്പം ഞാൻ ദൈവവചനത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കും, കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കും. കർത്താവ് പറഞ്ഞു, ആമേൻ, ക്ഷാമകാലത്തിന് ക്ഷേമത്തോടെ പുലർത്തും, യഹോവ എൻ്റെ ഇടയനാ, എനിക്കൊരു മുട്ടും ഉണ്ടാകത്തില്ല. അത് വിശ്വസിക്കണം. ബാലസിംഹങ്ങൾക്ക് ഇര കിട്ടിയില്ലേലും യഹോവയെ അന്വേഷിക്കുന്നത് എനിക്ക് നന്മയ്ക്ക് കുറവ് വരികയില്ല. ശരിയായിരിക്കാം, എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ നിനക്ക് കുറവ് വരികയില്ലെന്ന് തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ അത് മാത്രം വിശ്വസിക്കണം, അതിനകത്തേക്ക് മാത്രം ആ വചനത്തെ പറ്റിച്ചേർന്ന് നിൽക്കണം, അത് തന്നെ ഡിക്ലെയർ ചെയ്യണം, അതിനകത്ത് ഉറച്ചു നിൽക്കണം. ആമേൻ. ദിവസവും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായ ദൈവവചനത്തെ നമ്മൾ ഫീഡ് ചെയ്യണം. നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ വചനം നിരന്തരം കയറിക്കൊണ്ടിരിക്കട്ടെ. അതുമാത്രം പോരാ, വിശ്വാസത്തിൻ്റെ ഡിക്ലറേഷനുകൾ നമ്മൾ ചെയ്യുക. അപ്പം നമ്മളൊരു അത്ഭുതമായി മാറും, നമ്മളൊരു അതിശയമായി മാറും. കാലേബിനെ പോലെ നമ്മളെ നോക്കി കർത്താവ് പറയും, ഈ തലമുറയിൽ ഇവൻ വ്യത്യസ്തനായ വ്യക്തിയാണ്, അവൻ എന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവനെ അനുഗ്രഹിക്കും, ഇവനെ മാത്രമല്ല ഇവൻ്റെ സന്തതിയെയും അനുഗ്രഹിക്കും. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ അങ്ങനെ വ്യത്യസ്തരായി തീരുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ തലമുറയിൽ അവിശ്വാസവും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വ്യത്യസ്തരായി ദൈവവചനത്തെ വിശ്വസിച്ച്, ദൈവിക വാഗ്ദത്തത്തെ വിശ്വസിച്ച് നമുക്ക് മാറി നിൽക്കാം, അത്ഭുതമായി മാറാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അത് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.